ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ ലെസൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിലെ അണ്ടർ എന്ന പ്രിപ്പോസിഷനെ കുറിച്ചാണ്. അണ്ടർ എന്ന വാക്കിൻ്റെ അർത്ഥം താഴെ, അടിയിൽ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഒരു പൊസിഷനെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിലാണ് അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം അതിൻ്റെ നേരെ താഴെ ആയിരിക്കണം, പക്ഷേ അത് തൊടുന്നോ ഇല്ലയോ എന്നതിൽ പ്രശ്നമില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹീ ഈസ് സ്റ്റാൻഡിങ് അണ്ടർ ദ റൂഫ്. അവൻ റൂഫിൻ്റെ അടിയിലായി നിൽക്കുന്നു. ദേ ആർ വാക്കിംഗ് അണ്ടർ ദ ബ്രിഡ്ജ്. അവർ ബ്രിഡ്ജിൻ്റെ അടിയിലൂടെ നടക്കുന്നു. വി സാറ്റ് അണ്ടർ ദ ട്രീ. അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് കവേർഡ് ബൈ സംതിങ്. ഏതെങ്കിലും ഒരു വസ്തുവിനാൽ മൂടിയിരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് സംസാരിക്കാനാണ് അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് സ്ലീപ്പിംഗ് അണ്ടർ എ ബ്ലാങ്കറ്റ്. ദ പേപ്പർ ഈസ് അണ്ടർ ദ ബുക്സ്. അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന മറ്റൊരു സന്ദർഭമാണ് ലെസ് ദാൻ, ഏജ് ഓർ നമ്പർ. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ അണ്ടർ 10 ആർ ഫ്രീ. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. അതായത് 10 വയസ്സിൽ താഴെ എന്ന് സൂചിപ്പിക്കാനാണ് ഇവിടെ അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ബാഗ് ഈസ് അണ്ടർ 5 kg. ബാഗ് 5 കിലോയിൽ താഴെയാണ്. അടുത്തതായിട്ട് കൺട്രോൾ അല്ലെങ്കിൽ അതോറിറ്റി, ഇവയെ സൂചിപ്പിക്കാൻ അണ്ടർ ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് വർക്കിംഗ് അണ്ടർ എ മാനേജർ. ഇവിടെ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കാനാണ് അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ദ സ്കൂൾ ഈസ് അണ്ടർ ദ ഗവൺമെൻറ്. ഈ സ്കൂൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. സാഹചര്യം, അവസ്ഥ, ഇവയെ സൂചിപ്പിക്കാനും അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾസ്, ദ ബിൽഡിംഗ് ഈസ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഷീ ഈസ് അണ്ടർ പ്രഷർ. ഹീ ഈസ് അണ്ടർ ട്രീറ്റ്മെൻറ്റ്. പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസിലെ മറ്റൊരു പ്രിപ്പോസിഷനാണ് ബിലോ. ബിലോ എന്ന വാക്കിൻ്റെ അർത്ഥം താഴെ, താഴ്ന്ന നിലയിൽ എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഡയറക്റ്റ് അണ്ടർ അല്ല. ബിലോ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്ന കുറച്ച് കോണ്ടെക്സ്റ്റുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ലോവർ ലെവൽ ദാൻ സംതിങ്. എക്സാമ്പിൾ, ദ പിക്ചർ ഈസ് ബിലോ ദ ക്ലോക്ക്. ഇവിടെ പിക്ചർ ക്ലോക്കിൻ്റെ താഴെയാണ് എന്നാണ് പറയുന്നത്, ബട്ട് എക്സാക്റ്റ് എവിടെയാണ് എന്ന് പറയുന്നില്ല. ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഈസ് ബിലോ മൈൻ. ഹൈറ്റ്, മെഷർമെൻറ്റ്, ടെമ്പറേച്ചർ, ലെവൽ തുടങ്ങിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ബിലോ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ടെമ്പറേച്ചർ ഈസ് ബിലോ 0. ദ റിവർ ഈസ് ബിലോ നോർമൽ ലെവൽ. സ്റ്റുഡൻസ് ബിലോ 18 cannot vote. ഇനി റാങ്ക്, സ്റ്റേറ്റസ്, കമ്പാരിസൺ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനും ബിലോ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ഹിസ് പെർഫോമൻസ് ഈസ് ബിലോ ആവറേജ്. ദിസ് റാങ്ക് ഈസ് ബിലോ ദ ടോപ്പ് 10. ഓൺ, അണ്ടർ, ബിലോ ഇവയുടെ ഒരു കമ്പാരിസൺ നോക്കാം. ഓൺ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ടച്ചിങ് ടോപ്പ് ഓർ സർഫേസ്, ഒന്നിൻ്റെ മീതെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. അണ്ടർ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്
ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ നേരെ താഴെയാണെന്നും അതുകൂടാതെ ഒരു വസ്തുവിനാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ബിലോ എന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഒരു വസ്തു തൊട്ട് താഴെയായിരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ ലോവർ ലെവലിലായിരിക്കണം.